നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളുമായി ട്രെയിന് മുന്നിൽ ജീവനൊടുക്കിയ സംഭവം കേരളക്കരയൊക്കെ നടുക്കിയ സംഭവമാണ്. ഈ സംഭവത്തിൽ നോബിക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവിൽ നിന്നുള്ള ക്രൂരവും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാണ് ഷൈനിയുടെ മക്കളുടെയും ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും നടുക്കിയ ഒരു വാർത്തയായിരുന്നു ഈ ഷൈനിയുടെയും മക്കളുടെയും ഒക്കെ ആത്മഹത്യ. അപ്പോൾ ഇത് ഈ ഒരു നോബിയുടെ പീഡനം എന്തുമാത്രം, അതായത് നിങ്ങൾ പോയി മരിക്കൂ, നീ കുട്ടികളുമായി പോയി മരിക്കുക എന്നതടക്കം ഒരു ഭർത്താവ് പറഞ്ഞ് ഒരു പ്രേരണ നൽകുകയാണ് ആത്മഹത്യയ്ക്ക്. അപ്പോൾ ഈ സംഭവം നമ്മളേറെ നടുക്കിയതാണ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ നോബിക്കെതിരെ തന്നെയാണ് കുറ്റപത്രത്തിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. അതായത് ഈ നോബിയുടെ പീഡനങ്ങൾ ഓരോന്നായിട്ട് ഈ ഒരു കുറ്റപത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനം നേരിട്ടിരുന്നതായി ഷൈനി സുഹൃത്തുക്കൾക്ക് അയച്ച ഓഡിയോ അത് അന്ന് തന്നെ പുറത്തു വന്നതാണ്. അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളും വിവരങ്ങളും ഒക്കെ ഇതെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ പോലീസാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്. ഇവർ കുറ്റപത്രത്തിൽ ഇവർ സമർപ്പിച്ച കുറ്റപത്രത്തിൽ 50ഓളം സാക്ഷികളുണ്ട്. സാക്ഷികളുടെ മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഷൈനിയുടെ മകനും അതുപോലെ തന്നെ ട്രെയിൻ ഓടിച്ച ലോക്കോ പൈലറ്റും ഇതിൽ സാക്ഷികളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ലോക്കോ പൈലറ്റിൻ്റെ റോൾ നമുക്ക് എന്താണെന്ന് അറിയാം. അതായത് ലോക്കോ പൈലറ്റ് ട്രെയിൻ വരുമ്പോൾ ഈ ട്രാക്കിൽ കണ്ടത് അമ്മയും രണ്ട് കുട്ടികളും. കുട്ടികൾ രണ്ടുപേരും അമ്മയെ പിന്നിലോട്ട് വലിക്കുന്നുണ്ട്. പക്ഷെ അതും വക വയ്ക്കാതെ കുട്ടികളുമായിട്ട് ട്രാക്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ലോക്കോ പൈലറ്റുമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ മുന്നിലാണ് ഈ ഒരു 3 പേരും ചിന്നിച്ചിതറിയത്. അപ്പോൾ ലോക്കോ പൈലറ്റ് ഇതിൽ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഷൈനിക്ക് 2 പെൺമക്കളും ഒരു മകനുമാണുള്ളത്. മകൻ വിദേശത്തായിരുന്നു. അപ്പോൾ മകനും ഇതിലൊരു സാക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ്. 170ാമത്തെ ദിവസമാണ് ഈ ഒരു അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാത്രമല്ല ഇതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈ നോബിയുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷവും ഈ നോബി ഷൈനിയെ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന നിർണായകമായ കുറ്റപ്പെടുത്തൽ നോബിക്കെതിരെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ആത്മഹത്യ നടന്ന ദിവസവും നോബി ഷൈനിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും ഷൈനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന വിവരവും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ നോബിയുടെ പിതാവിന്റെ ചികിത്സയ്ക്കായി ഷൈനി ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് 3 ലക്ഷത്തിലധികം രൂപ വായ്പ എടുത്തിരുന്നു. ഭർത്തൃ വീട്ടിൽ നിന്നും മടങ്ങിയതോടെ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് കുടുംബശ്രീ അംഗങ്ങൾ പണം ആവശ്യപ്പെട്ടു. അപ്പോൾ ഭർത്താവിൽ നിന്ന് പണം വാങ്ങി തരണമെന്ന് ഷൈനി ആവശ്യപ്പെട്ടു. പക്ഷെ നോബിയുടെ കുടുംബം അതിന് തയ്യാറായില്ല എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തലുകളൊക്കെ ഈ ഒരു കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും നിർണായകമായി മാറിയത് ഈ 2 പേരുടെ മൊബൈൽ ഫോണുകൾ. നമുക്കറിയാം നിർണായകമായ തെളിവുകളായിരുന്നു മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല 40ഓളം ശാസ്ത്രീയ തെളിവുകൾ, രേഖകൾ ഒക്കെ ഈ കുറ്റപത്രത്തിനൊപ്പം പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. 56 സാക്ഷികളുണ്ട്. അപ്പോൾ നിർണായകമായൊരു കുറ്റപത്ര സമർപ്പണമാണ് നടന്നിരിക്കുന്നത്. നോബിക്ക് നേരത്തെ ജാമ്യം കിട്ടിയതാണ്, നമുക്കറിയാവുന്നതാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു, പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. അപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ ഉപാധികളോടെയായിരുന്നു നോബിക്ക് നേരത്തെ ജാമ്യം നൽകിയത്. രാജ്യം വിട്ടു പോകരുത്, അന്വേഷണ സംഘത്തോട് സഹകരിക്കണം, അതുമാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിപ്പിക്കുമ്പോൾ ഹാജരാകണം തുടങ്ങിയ പൊതു ഉപാധികൾ. ഈ ഉപാധികളോടെയാണ് നോബിക്ക് ജാമ്യം നൽകിയത്. 28 ദിവസം ജയിലിൽ കിടന്നു. അതിനുശേഷമായിരുന്നു നോബി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. നോബിയുടെ ഭാര്യയും അതുപോലെ തന്നെ ഏറ്റുമാനൂർ സ്വദേശിനിയുമായ ഷൈനി, അതുപോലെ 11, 10 വയസ്സുള്ള മക്കളായ അലീന, ഇവാന എന്നിവരാണ് ആത്മഹത്യ ചെയ്തത്. അതായത് 28-ാം തീയതി ഏകദേശം ഒരു പുലർച്ചെയോടെയാണ് ഇവർ വീട്ടിൽ നിന്നും അടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതിൽ വ്യക്തമാണ് മക്കൾ അമ്മയെ മാക്സിമം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ ഉറച്ച തീരുമാനത്തോടെ ജീവിക്കേണ്ട, മരിക്കണമെന്ന് ഉറച്ച തീരുമാനത്തോടെ മക്കളെയും കൂട്ടി തന്നെ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച ഷൈനി എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ഈ മക്കളെ വളർത്തുവാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഷൈനിക്ക് വീടിനുള്ളിലായിക്കോട്ടെ ഭർത്തൃ വീട്ടിൽ നിന്നായിക്കോട്ടെ ഒരിക്കലും ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. കാരണം 2 പെൺമക്കളാണ്. ആ പെൺമക്കളുമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ എല്ലായിടത്തും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഷൈനി അലയുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ ഒരു തരത്തിലും ആ ഒരു യുവതിക്ക് ഒരു സപ്പോർട്ടും ഒരു കുടുംബത്തിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു മനോവിഷമത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഭർത്താവ് നീ പോയി മരിക്കടി, ആത്മഹത്യ ചെയ്യടി എന്നൊക്കെ ആക്രോശിക്കുമ്പോൾ അത് തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും അവസാനം ആ 3 പേരും ആ റെയിൽവേ ട്രാക്കിൽ ആ ട്രെയിനിന് മുന്നിൽ ഒരു വിധത്തിലും പതറാതെ അവിടെ തന്നെ നിന്ന് ജീവനൊടുക്കിയത്. അക്ഷരാർത്ഥത്തിൽ നമുക്കൊക്കെ
ഭയങ്കരമായൊരു വിഷമം മനസ്സിൽ ജനിപ്പിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു അത്. കാരണം അതിനുശേഷം ഇതേപോലെ തന്നെ പല ആത്മഹത്യകളും ഒക്കെ നടന്നിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ ഷൈനി മക്കളും ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ നിൽക്കുകയാണ്. കാരണം ആരെങ്കിലും ഒരാൾ അവർക്ക് ഒരു സഹായമായി നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്നേനെ. പക്ഷേ ഒരു തരത്തിലും രണ്ട് കുടുംബങ്ങളിലുള്ളവരും അവരെ ചേർത്ത് പിടിക്കാൻ സഹായിച്ചിരുന്നില്ല. അതുതന്നെയാണ് അവരുടെ ആത്മഹത്യക്ക് പിന്നിലെ ഏറ്റവും വലിയൊരു പ്രധാന കാരണം തന്നെ. ഈ ഒരു കേസിൽ നമുക്കറിയാം ഈ നോബി വിദേശത്തായിരുന്നു. അത് മാത്രമല്ല ഇവരെ ആത്മഹത്യ ചെയ്തിട്ട് ഇവരെ മൃതദേഹം കാണാൻ വേണ്ടി നോബി എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായത്. കാരണം അത്രയും എല്ലാവർക്കും അറിയാം ഈ ഇവരുടെ ഒരു കുടുംബ പ്രശ്നമൊക്കെ വീട്ടുകാർക്കും ചുറ്റുമുള്ളവർക്കൊക്കെ അറിയാം. കാരണം പബ്ലിക്കായിട്ടാണ് നോബി ഷൈനി എന്ന് പറയുന്ന തൻ്റെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നു, അപമാനിക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിടയിലാണ് ഇവരുടെ ആത്മഹത്യ വരുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനം ഷൈനിയുടെ പിതാവ് നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട്. ഗുരുതര ആരോപണമായിരുന്നു ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് മുന്നോട്ട് വെച്ചത്. അതായത് ഈ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് നോബി അതിക്രൂരമായിട്ട് മർദ്ദിക്കാറുണ്ടായിരുന്നു ഷൈനിയെ. മാത്രമല്ല മകളെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു ഒരു ദിവസം. അതായത് ഇത്തരത്തിൽ ഉപദ്രവിച്ചതുകൊണ്ട് 9 മാസം മുമ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ മകളെ ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടി കൂട്ടി എന്നൊരു പിതാവ് വേദനയോടെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിന്ന ബന്ധുക്കൾ ഈ ഷൈനിയുടെ വീട്ടുകാർ ഈ കാര്യം അറിയിച്ചിരുന്നു. അന്ന് രാത്രി 12 മണിക്കാണ് തൻ്റെ മകളെയും കുട്ടികളെയും കൂട്ടി വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് ഈ പിതാവ് കൊണ്ടുവന്നത്. അവിടുന്ന് നേരെ പോയി തൊടുപുഴ വനിതാ സെല്ലിൽ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്ത് വീട്ടിലേക്ക് വരുന്നു. ശരിക്കും ഷൈനിയെ സംബന്ധിച്ച് 3 സിസേറിയൻ കഴിഞ്ഞു, 3 കുട്ടികളുണ്ട്. അപ്പോൾ 3ഉം സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ഒരു സിസേറിയൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് നമ്മിൽ പല സ്ത്രീകൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇയാൾ ഇത്രയും ദ്രോഹിച്ചത്. അതായത് ചവിട്ടുന്നു. അപ്പോൾ എന്തുമാത്രം എങ്ങനെയുള്ള വ്യക്തിയായാലും ചവിട്ടുന്നതും ഉപദ്രവിക്കുന്നതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയും ക്രൂരതകൾ ഈ ഷൈനി എന്ന് പറയുന്ന വ്യക്തി നേരിട്ടു എന്ന ഒരു വെളിപ്പെടുത്തൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ മർദ്ദനമൊക്കെ ഏറ്റ് ഷൈനിയുടെ ശരീരമാകെ വലിയൊരു രീതിയിൽ മാറിപ്പോകുന്ന രീതിയിലൊക്കെ ആയിപ്പോയി. പിന്നെ ഏറ്റുമാനൂർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ മകളെ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ആ പരാതി ആരുടെയോ സമ്മർദ്ദത്തിൽ 15 ദിവസം മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊരു ഗുരുതര ആരോപണം കൂടി ഷൈനിയുടെ പിതാവിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വിവാഹമോചന കേസിൽ ഹാജരാകാനും ഇയാൾ തയ്യാറായില്ല. അതായത് വിവാഹമോചനത്തിന് ഇയാൾക്ക് താല്പര്യം ഇല്ല എന്ന് ഷൈനി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു എന്ന രീതിയിലാണ് ഷൈനിയുടെ പിതാവിൻ്റെ ഒരു പ്രതികരണം. മാത്രമല്ല ഒരു സമാനതകളില്ലാത്ത മാനസികവും ശാരീരികവുമായ പീഡനമാണ് ഈ ഒരു നോബിയിൽ നിന്ന് നേരിട്ടതെന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മനോവിഷമത്തിൽ ഇപ്പോൾ 3 മക്കളുണ്ടെങ്കിൽ പോലും പെൺമക്കളെന്ന് പറയുമ്പോൾ അമ്മമാർക്കൊരു ആദി തന്നെയാണ്. അത് എത്ര തന്നെ പറഞ്ഞാലും പെൺമക്കൾ ഒരു ആദി തന്നെയാണ്. അപ്പോൾ 2 പെൺമക്കളുണ്ട്, അതുപോലെ ഒരു മകനുമുണ്ട്. 3 മക്കളെയും വെച്ച് ഈ അമ്മ ഇത്രയും ക്രൂരത, പീഡനം, അതുപോലെ എങ്ങനെ ജീവിക്കും, അങ്ങനെ ഒരുപാട് ആശങ്കകൾ അമ്മയ്ക്കുണ്ടായിരുന്നു. അതിനിടയിലും ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിരുന്നു. അതായത് ജോലിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ചില ബന്ധുക്കളൊക്കെ ആ ഒരു ജോലിനെ തടയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലയിടത്തു നിന്നും പല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നേരിടുന്നു. പലതും വഴികൾ അടയുന്നു. അങ്ങനെ ആകെ വശം കെട്ട്, ആകെ ഗതി കെട്ട് മരണത്തിലേക്ക് ആ ഒരു അമ്മയും മക്കളും നയിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ അത്രയും ക്രൂരത ചെയ്ത, അതിന് പിന്നിലുള്ളവർ ആത്മഹത്യയാണ് എങ്കിൽ പോലും അതിന് പ്രേരിപ്പിച്ച ആ വ്യക്തിക്ക് അർഹമായ ശിക്ഷ കിട്ടണം എന്നതടക്കമുള്ള ആവശ്യം ഷൈനിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഈ മരിക്കുന്നതിൻ്റെ ആ ദിവസം മദ്യലഹരിയിൽ ഷൈനിയെ ഫോണിൽ വിളിച്ച് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതടക്കമുള്ള ഒരു മൊഴി ഈ നോബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നോബിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു ആത്മഹത്യക്ക് പിന്നാലെ നോബി തൻ്റെ ഫോണിലുള്ള പല മെസ്സേജും ഡിലീറ്റ് ആക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഫോണിലുള്ള പല തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ അയാൾ നടത്തിയിരുന്നു. അതൊക്കെ അന്വേഷണ സംഘം നിർണായകമായി അത് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിവാഹമോചന കേസുമായി സഹകരിക്കില്ല എന്ന് കട്ടായം നോബി ഷൈനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. കുട്ടികളുടെ ചെലവിന് പണം നൽകില്ലെന്ന് പറയുന്നുണ്ട്. അത്രയും ക്രൂരനായിരുന്നു അല്ലേ.
അപ്പോൾ അത്രയും ക്രൂരത ആ ഷൈനി നേരിട്ടു എന്നതാണ്. പിന്നെ നോബിയുടെ പിതാവിന് ചികിത്സയ്ക്കായി ഷൈനി എടുത്ത ലോണ് തിരിച്ചടക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി, മാനസികമായിട്ടുള്ള പ്രതിസന്ധി, എല്ലാ കല്യാണ ജീവിതത്തിലാണെങ്കിൽ ഭർത്താവ് ഇത്രയും ക്രൂരത, ഉപദ്രവം, ഒട്ടും ഒരു ഭർത്താവ് എന്ന രീതിയിലുള്ള ഒരു യാതൊരു സ്നേഹവും ഇല്ല. അപ്പൊ എല്ലാം കൂടി വന്നപ്പോൾ മുന്നിൽ 3 മക്കള്. ഷൈനിയെ നോക്കിയില്ലെങ്കിൽ പോലും ആ സ്വന്തം പെൺമക്കളെ നോക്കുവാനോ അവരുടെ ചെലവിനായിട്ടുള്ള കാര്യങ്ങൾക്കോ മറ്റു പൈസ കൊടുക്കാൻ പോലും ഇത്തരത്തിൽ നോബി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു അമ്മയ്ക്ക് 2 പെൺമക്കളെ എത്രത്തിലാണ് ഈ സമൂഹത്തിൽ ഇന്ന് ഒരു പണം പോലും ഇല്ലാതെ ആ പെൺമക്കളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമെങ്കിൽ ജോലി എടുത്ത് ജീവിച്ചുകൂടെയെന്ന്. ആ അമ്മ മുട്ടാത്ത വാതിലുകളില്ല. എല്ലായിടങ്ങളിലും ജോലിക്കാൻ നോക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ നോബിയുടെ ബന്ധുക്കൾ തന്നെ അതൊരു അതായത് ഒരു വൈദികനെ നമുക്ക് ആരോപണ വിധേയനായതിലുണ്ട്. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് പല ജോലികളും ഇല്ലാതാക്കി എന്ന തരത്തിലൊക്കെ ആരോപണം ഉയർന്നതാണ്. അത്തരത്തിൽ ഒരു തരത്തിലും അവർ ഇനി ജീവിക്കാൻ പാടില്ല എന്ന് ഉള്ളിൽ കരുതിക്കൊണ്ട് തന്നെ പലതരത്തിൽ അവരെ ഉപദ്രവിക്കുവാനായി ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇത്തരത്തിൽ ആ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ അമ്മ ജീവനൊടുക്കിയത്. അപ്പം എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ ഈ അർഹരായ ശിക്ഷ കിട്ടട്ടെ. അതിൽ 3 പേരുടെ മരണത്തിന് കാരണക്കാരായവർ ആരാണോ അവർക്ക് അർഹമായ ശിക്ഷ കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.